ഉത്തർപ്രദേശിൽ കുംഭമേളയിൽ കോടിക്കണക്കിന് പേർ പങ്കെടുത്തു. പക്ഷെ ഈ മലപ്പുറത്ത് സംഘടിപ്പിക്കുമ്പോൾ അത് പ്രതിസന്ധിയിലേക്ക് പോകുന്നു, അത് വിവാദത്തിലേക്ക് പോകുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല, പുഴയ്ക്ക് പ്രശ്നമാണ്, അല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നമാണ്. സർക്കാർ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഈ മലപ്പുറത്ത് തിരുനാവായിൽ ഒരു മഹാകുംഭമേള പ്രയാഗിലൊക്കെ നടക്കുന്ന പോലെ ഇവിടുത്തെ ഹിന്ദു സംഘടനകളും ആചാര്യന്മാരും തീരുമാനിച്ചു. പക്ഷേ എന്തോ സംസ്ഥാന സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്നു. ഇതാണോ സംസ്ഥാന സർക്കാരിൻ്റെ മതേതരത്വം? എല്ലാ മതങ്ങളോടും തുല്യനീതി കാണിക്കേണ്ട ഇടതുപക്ഷ സർക്കാർ ചില മതങ്ങൾക്കിവിടെ എന്തും ആകാമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുകയും മഹാകുംഭമേളയെ അനുസ്മരിക്കുന്ന രീതിയിൽ തിരുനാവായിൽ മലപ്പുറത്ത് ആ പുഴക്കരയിൽ ഇങ്ങനെ ഒരു മഹാകുംഭമേളയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ സർക്കാരും കുറേ പരിസ്ഥിതിവാദികളും പറയുന്നത് പുഴ മലിനസമായി പോകുന്നു. പുഴയിലൊരു പച്ചപ്പന്തൽ കെട്ടി ഇതുപോലെ സന്യാസി ഒരു അഗാഡ സ്വാമിമാരൊക്കെയാണ് ഇവിടെ വരുന്നത്. നാഗ സന്യാസി വംശത്തിലുള്ള മഹാമണ്ഡലേശ്വർ എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ ഒരു മലയാളി സന്യാസി തന്നെ ദീർഘകാലം പ്രയാഗിൽ പോയി നാഗ സന്യാസം സ്വീകരിച്ച് അദ്ദേഹമാണ് സ്വീകരിക്കുന്നത്. അവിടെ ഒരു മതേതരത്വത്തിന് കോട്ടം വരുന്നില്ല. ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന പ്രകൃതി ദോഷങ്ങളും നമ്മുടെ വല്ലാത്ത രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും വരുന്നതിനെതിരെ ഭാരതീയ തത്വസംഹിതകളിലും ഋഷി പരമ്പരകളുടെ ശങ്കരാചാര്യരുടെ പുസ്തകത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ആ പവിത്രമായ ബുക്കുകളിൽ പറഞ്ഞിരിക്കുന്ന ചില ഹോമങ്ങളും ചില സന്ദേശങ്ങളും ഹിന്ദു ജനതയ്ക്ക് നൽകുന്നു. അതിവിടെ മാരാമൺ കൺവെൻഷൻ നടത്തുന്നല്ലോ. അവിടെ പമ്പ മണൽ തീരം മലിനസമാകപ്പെടുമോ? എത്രയോ ഇസ്ലാം സമ്മേളനങ്ങൾ കോഴിക്കോടും മലപ്പുറത്തും തിരൂരും എല്ലാം നടത്തുന്നു. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? പക്ഷേ ഹിന്ദുക്കളുടെ എന്തെങ്കിലും ഒരു കുംഭമേളയോ എന്തെങ്കിലും ഇവിടെ വരുമ്പോഴാണ് അവരുടെ മതേതരത്വത്തിന് കുരുപൊട്ടുന്നത്. ഇതെവിടുത്തെ ന്യായം? എന്തായാലും തിരുനാവായിൽ മഹാകുംഭമേള നടത്തിയിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം കേരളമെന്ന് പറയുന്നത് ദൈവങ്ങളുടെ ഗോഡ്സ് ഓഫ് കൺട്രിയാണ്, ദൈവങ്ങളുടെ സ്വന്തം നാടെന്നാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങളും നമ്മളെ പാരമ്പര്യങ്ങളും ഈ ദൈവങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്നാണ് ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും വലിയ കൊള്ള നടന്നിരിക്കുന്നത്. അതെ. അപ്പോൾ ഈ അഗാഡ സ്വാമിമാർ വരികയാണ് എങ്കിൽ അവർക്ക് വേണ്ട വ്യവസ്ഥകളും ബാക്കി കാര്യങ്ങളും ഹിന്ദു സംഘടനകൾ എന്നുള്ള നിലയിൽ ചെയ്തു കൊടുക്കേണ്ടത് കേരളത്തിലെ ഹിന്ദുക്കൾ ആയ ബാധ്യസ്ഥരാണ്. അത് മുമ്പൊരിക്കൽ ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ല, നമ്മുടെ ആർഷഭാരത ഋഷി പരമ്പരകളുടെ നാടായ ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ആ നാഗരികതയിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ പൈതൃകങ്ങളും നമ്മളെ പുരാണങ്ങളും നമ്മളെ ഇതിഹാസങ്ങളുടെയും ചർച്ചകളും സമ്മേളനങ്ങളും ആണ് അവിടെ നടക്കുന്നത്. അതിനകത്ത് പിന്നെ കേരളത്തിലെ എല്ലാ പുഴകളും 45 നദികൾ കേരളത്തിലുണ്ട്. ഈ നദികളിൽ നിന്നെല്ലാം സർക്കാരിൻ്റെ പിന്നാണികളും രാഷ്ട്രീയ പാർട്ടികളും മണ്ണ് വാരുകയില്ലേ? ഇപ്പോൾ പഴയ ഭാരതപ്പുഴയാണോ ഇപ്പോൾ ഉള്ളത്? അത് ചുരുങ്ങി ആയി. അപ്പോൾ അത്തരത്തിലുള്ള നദികളിൽ നിന്ന് എന്തുമാത്രം മണ്ണുകൾ കടത്തിയിട്ടുണ്ട്. അതിനെതിരെ അവർക്ക് എന്തെങ്കിലും നിയമമോ ആക്ഷനോ എടുക്കാൻ പറ്റുന്നുണ്ടോ? അതെല്ലാം പൊളിറ്റീഷ്യന്മാരാണ്. മണ്ണ് മാഫിയകളില്ലേ കേരളത്തിൽ? മന്ത്രിമാർ, MLA മാർ പലരും ഉണ്ടല്ലോ. പക്ഷെ അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തൊന്നും ഹിന്ദു സംഘടനകൾ പോകുന്നില്ല. ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അനുവർത്തിക്കുന്ന പ്രയാഗിലെ കുംഭമേള പോലെ ഒരു കുംഭമേള തിരുനാവായിൽ നടത്തുമ്പോൾ എന്തിനീ മതേതര സോഷ്യലിസ്റ്റുകാർ എന്ന് പറയുന്നവർ എതിർക്കുന്നത്, പുരോഗമന പ്രസ്ഥാനമെന്ന് പറയുന്നവർ എതിർക്കുന്നത്? അല്ലാതെ അവരെപ്പോലെ ശബരിമല ശാസ്താവിൻ്റെ സ്വർണവും വജ്രവും വൈഡൂര്യം കട്ടെടുത്തിട്ട് 10-20,000 പേർക്ക് പമ്പയിൽ ആഹാരം കൊടുക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തിയ പോലെയൊന്നുമല്ല. അയ്യപ്പൻ്റെ ആരോ വിഡ്ഢികൾ പറഞ്ഞു കൊടുത്തു, അയ്യപ്പൻ്റെ മുതലെടുത്താൽ 10 പേർക്ക് അന്നദാനം കൊടുത്താൽ മതി എന്ന് പറയും. അന്നദാനം മഹാദാനം എന്നല്ലേ പറയുന്നത്. അങ്ങനെ ആരോ ഉപദേശിച്ചു കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പറ്റി കൊണ്ടെടുത്തു, വിറ്റു, വിദേശം കടന്നുപോയി, മിച്ചം വന്ന പൈസയ്ക്ക് കുറച്ച് ആൾക്കാർക്ക് ആഹാരം.
പമ്പയിൽ നടത്തുന്ന ആഹാരം എന്തൊക്കെയാണ്? പൊറോട്ട, ഇറച്ചി. ഇതാണ് പമ്പ മണൽത്തീരത്ത് ചെയ്യുന്ന സന്നിധാനത്ത് അയ്യപ്പന്മാർ വെടിവെക്കുന്ന സമയത്ത് ആഷ്പുഷ്, സാൻഡ്വിച്ച്, ബ്രിട്ടീഷ് ആഹാരങ്ങൾ, വിവിധ രാജ്യപ്രതിനിധികൾ, സംസ്ഥാനത്തിൻ്റെ ആൾക്കാർ, മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാർ സ്റ്റാലിനെ വിളിച്ചു. അവസാനം സ്റ്റാലിൻ വരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കെല്ലാം ഈശ്വരന്മാരെ മുതലടിച്ചു മാറ്റിയിട്ട് എല്ലാവർക്കും ആഹാരവും കൊടുക്കാം, ബാക്കിയുള്ളത് അവരുടേതായ കുടുംബത്തിലേക്ക് സേവ് ചെയ്യാം. ഹിന്ദുവിൻ്റെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിപ്പിക്കുകയോ അല്ല എങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത് മതേതരത്വത്തിനെതിരെ, മതേതരത്വത്തിൻ്റെ മകുടം ഉടഞ്ഞു പോകുമെന്നാണ് ഇവിടെ എല്ലാവരും. അത് ചിലരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ചിലപ്പോൾ ഒരു നിലപാടായിരിക്കുമോ? അത് ആണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സമസ്ത, അതുപോലെ കാന്തപുരം, മലബാറിലുള്ള ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ സമ്മർദ്ദ തന്ത്രങ്ങളാണ്. ഇവർ ഇങ്ങനെ ചുരുക്കി വന്നതുകൊണ്ട് കേരളത്തിലെ 47.5% ഹിന്ദുക്കൾ ആയി. ന്യൂനപക്ഷം കേരളത്തിലെ ഹിന്ദു ഭൂരിപക്ഷമല്ല. മുസ്ലിം സഹോദരങ്ങളെപ്പോലെയും ക്രിസ്ത്യൻ സഹോദരങ്ങളെപ്പോലെയും ഹിന്ദുക്കളും കേരളത്തിൽ ഈക്വലൻ്റായി വരുന്നു. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സർക്കാർ ലെവലിൽ ഹിന്ദു കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട സമയം എത്തി. പക്ഷേ ഇപ്പോഴും ഭൂരിപക്ഷമെന്നാണ് ഹിന്ദുവിനെ പറയുന്നു. ഈ ഭൂരിപക്ഷത്തെ മതത്തെ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് വോട്ട് രാഷ്ട്രീയം. അതിനാണ് അവസാനത്തെ തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വങ്ങാനൂർ വാർഡിൽ നടന്നത്. BJP തിരുവനന്തപുരം നഗരസഭയിൽ മേയറായി. എന്തുമൊക്കെ സംഭവിച്ചു പോകും. അതുകൊണ്ട് നമ്മുടെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ വോട്ട് വരണം. അങ്ങനെ 2 ഹിന്ദു സ്ഥാനാർത്ഥി അവിടെ ഉള്ളൂ, ബാക്കി 6 മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. അവരെല്ലാവരും കൂടി മറ്റു സ്ഥാനാർത്ഥി നോക്കിയില്ല. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വങ്ങാനൂരിൽ കൊടുത്ത് കോൺഗ്രസിനെ ജയിപ്പിച്ചു. ഈ തന്ത്രമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിലൂടെ വരുവാൻ പോകുന്നത്. അതിനുദാഹരണമാണ് തിരുനാവായിലുള്ള മഹാകുംഭമേളയും നമ്മുടെ അഗാഡാസ്വാമികളെയും മഹാമണ്ഡലേശ്വരനെയും തടയുമെന്ന് പറയുന്നത്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്കും ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും കൊടുക്കുന്ന ആനുകൂല്യങ്ങളും ന്യൂനപക്ഷമായി വരുന്ന ഹിന്ദു കുഞ്ഞുങ്ങൾക്ക് കോളേജിലോ സ്കൂളുകളിലോ കുടുംബങ്ങളിലോ ഇല്ല. അവരുടെ ആരാധ്യ മൂർത്തികളോ ദേവതകളോ അവരുടെ സമ്മേളനങ്ങളോ നടത്തുവാനും അനുവാദമില്ല. എല്ലാം അവർക്ക് ഹിന്ദു ഭൂരിപക്ഷം. അപ്പോൾ ഇതിന് ഉദാഹരണമാണ് വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള മഹാകുംഭമേളകൾ പോലുള്ളത് നടന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് ഹിന്ദുക്കളെല്ലാം കൂടെ ഒന്നാകുമോ എന്നുള്ളൊരു സംശയം ജനിപ്പിക്കുന്നത് കൊണ്ടും ചില ന്യൂനപക്ഷങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ, ന്യൂനപക്ഷം എല്ലാവരെയും പറയുന്നില്ല, നല്ല ന്യൂനപക്ഷങ്ങൾ ഒരുപാട് സഹോദരങ്ങളുണ്ട്. നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്, ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്. അവർ ഇന്ത്യൻ കൾച്ചറും കേരളത്തിൽ നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. ചില വിഘടനവാദികളും ചില അർബൻ ആയിട്ട് വിശ്വസിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുവാനാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ മനസ്സിലാക്കുന്നത്. അല്ലാതെ തിരുനാവായിൽ ഒരു കുംഭമേള നടന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ മതേതരത്വത്തിന് ഒരു നഷ്ടവും സംഭവിക്കുവാനും പോകുന്നില്ല. അവിടെ ഒരു പുഴയും മലിനസമാകുകയുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.